ഹരി ഓം. ദശകം 35 ശ്ലോകം 10. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദച്ഛേദം നോക്കാം. സഹ അയം സോയം മർത്യ അവതാരഃ തവ മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യ ശിക്ഷാർത്ഥം ഏവം. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷ ആർത്തിഃ നിരാഗഃ ത്യജനം അപി ഭവേത് കാമധർമ്മ അതിസക്ത്യാ. വിശ്ലേഷാർത്തിർ നിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ. വിശ്ലേഷാർത്തിർ നിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ. നോ ചേത് സ്വാത്മാ അനുഭൂതേഃ നോ ചേത് സ്വാത്മാ അനുഭൂതേഃ ക്വ नु तव मनसः विक्रिया चक्रपाणे. नो चेत् स्वात्मानुभूते क्व नु तव मनसो विक्रिया चक्रपाणे. सः त्वं सत्त्व एकमूर्ते सत्त्वैकमूर्ते पवनपुरपदे व्याधुनु व्याधितापान्. സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ. നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ. സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 35 ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ ശ്ലോകം 10 രാമായണ കഥയിൽ നിന്നുള്ള ഗുണപാഠം അതെന്താണെന്ന് ചെറുതായിട്ട് വിവരിച്ചു കൊണ്ടിട്ട് ആ ദശകം ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. തവ സഹ അയം മർത്യാവതാരഃ. തവ സഹ അയം മർത്യാവതാരഃ. നിന്തിരുവടിയുടെ പ്രസിദ്ധമായ ഈ മനുഷ്യാവതാരം ഏവം കാമധർമാദിസക്ത്യാ വിശ്ലേഷാർത്തിഃ നിരാഗസ്ത്യജനം അപി ഭവേത്. ഏവം കാമധർമാദിസക്ത്യാ. ഇപ്രകാരം കാമത്തിലും ധർമ്മത്തിലും അത്യാസക്തി ഉണ്ടായാൽ വിശ്ലേഷാർത്തിഃ നിരാഗസ്ത്യജനം അഭിഭവേത്. വിരഹദുഃഖം, നിരപരാധികളെ ഉപേക്ഷിക്കൽ ഇവയൊക്കെ വേണ്ടി വന്നേക്കും. അതാണ് ഏവം കാമധർമാദിസക്ത്യാ വിശ്ലേഷാർത്തിഃ നിരാഗസ്ത്യജനം അപി ഭവേത്. ഇപ്രകാരം കാമത്തിലും ധർമ്മത്തിലും അത്യാസക്തിയുണ്ടായാൽ വിരഹദുഃഖവും നിരപരാധികളെ ഉപേക്ഷിക്കലും വേണ്ടി വന്നേക്കും. ഇതി മർത്യശിക്ഷാർത്ഥം ഖലു നിയതം. ഇതി എന്ന് മർത്യശിക്ഷാർത്ഥം മനുഷ്യർക്ക് ഉപദേശിക്കാൻ വേണ്ടി തന്നെയാണ്, തീർച്ച. അതാണ് ഇതി മർത്യശിക്ഷാർത്ഥം ഖലു നിയതം. അങ്ങനെ ആ മനുഷ്യരെ ഉപദേശിക്കാൻ വേണ്ടി തന്നെയാണ്, തീർച്ച. ഭട്ടതിരിപ്പാട് പറയണം.
നോ ചേത് ചക്രപാണേ സ്വാത്മാനുഭൂതേഃ തവ മനസഃ വിക്രിയാക്കുൻക്വ നോ ചേത് അല്ലെങ്കിൽ ചക്രപാണേ സ്വാത്മാനുഭൂതേഃ കാലസ്വരൂപമായിട്ടുള്ള സുദർശനം കയ്യിലുള്ള ഭഗവാനെ ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ മനസ്സിന് വികാരം എവിടെ? ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നോ ചെയ്ത് അങ്ങനെയല്ല എങ്കിൽ എന്ന് വെച്ചാൽ മനുഷ്യരെ ഉപദേശിക്കാൻ വേണ്ടി തന്നെയാണ് തീർച്ച. അങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ കാലസ്വരൂപമായ സുദർശനം കയ്യിലുള്ള ഭഗവാനെ ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ മനസ്സിന് വികാരം എവിടെ? വികാരമില്ല തന്നെ എന്നുള്ളതാണ്. സത്വൈകമൂർത്തേ പവനപുരപദേ സഹാത്വം വ്യാധിതാപാൻ വ്യാധുനു. ശുദ്ധസത്വസ്വരൂപനായിട്ടുള്ള ശുദ്ധസത്വസ്വരൂപനായ അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി രോഗക്ലേശങ്ങളെ മാറ്റിത്തരേണമേ. തവ സഹ അയം മർത്യാവതാരഃ ഏവം കാമധർമാദിസക്ത്യാ വിശ്ലേഷാർത്തിഃ നിരാഗസ്ത്യജനം അഭിഭവേത് ഇതി മർത്യശിക്ഷാർത്ഥം ഖലു നിയതം നോ ചേത് ചക്രപാണേ സ്വാത്മാനുഭൂതേഃ തവ മനസഃ വിക്രിയാക്കുനു. സത്വൈകമൂർത്തേ പവനപുരപദേ സഹത്വം വ്യാധിതാപാൻ വ്യാധുനു. ഈ രാമായണ കഥയിലെ ഗുണപാഠം എന്തെന്ന് പറഞ്ഞാൽ, മനുഷ്യർക്ക് കാമത്തിൽ അത്യാസക്തി ഉണ്ടായാൽ വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരും. ധർമ്മത്തിൽ അത്യാസക്തി ഉണ്ടായാൽ നിരപരാധികളെ പോലും ഉപേക്ഷിക്കേണ്ടി വരും എന്ന് സാമാന്യ ജനങ്ങൾക്ക് ഉപദേശം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീരാമൻ എന്ന മനുഷ്യനായിട്ട് അവതരിച്ചത്. ശ്രീരാമന് കാമാസക്തി നിമിത്തമാണല്ലോ സീതാവിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ധർമാതിശക്തി കൊണ്ട് നിരപരാധികളായ സീതാലക്ഷ്മണന്മാർ ഉപേക്ഷിക്കേണ്ടതായിട്ടും വന്നു. ഇതുപോലെ ചിലപ്പോൾ മറ്റുള്ളവർക്കും വേണ്ടി വരും. അമിതമായാൽ അമൃതവും വിഷം എന്നാണ് രാമാവതാരത്തിലെ ഗുണപാഠം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിത്യാനന്ദ സ്വരൂപനായ ഭഗവാന് രാഗമോ ദ്വേഷമോ ഒന്നുമില്ല എന്നാണ് അതിനകത്തെ താല്പര്യം. അപ്പോൾ ഈ ദശരഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിരുന്നല്ലോ രാമൻ. പക്ഷേ പുത്രവിരഹം അനുഭവിച്ചുകൊണ്ടാണ് ആ ദശരഥൻ ആയിട്ടുള്ള പിതാവ് മരിച്ചത്. അപ്പോൾ എല്ലാ രാജാക്കന്മാരും ബഹുഭാര്യാത്വം സ്വീകരിച്ചിരുന്നപ്പോൾ ഏകപത്നീവ്രതം അനുഷ്ഠിച്ച രാജാവാണ് ശ്രീരാമൻ. തൻ്റെ അതിപ്രിയായിട്ടുള്ള ധർമ്മപത്നിയെ രാക്ഷസ രാജാവ് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും 1 വർഷം അവർക്ക് വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ധർമ്മത്തിൽ നിന്നും അണുമാത്ര പോലും വ്യതിചലിക്കാത്ത രാമന് ലോകരുടെ അപവാദം ഒഴിവാക്കി രാജധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിരപരാധിനിയായിട്ടുള്ള ധർമ്മപത്നിയെയും പിന്നെ യമരാജനോടുള്ള പ്രതിജ്ഞ പരിപാലിക്കാനായിട്ട് നിർദോഷിയായിട്ടുള്ള അനുജനെയും ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമവിഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ കുനു തവ മനസോ വിക്രിയാ ചക്രവാണേ. സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.